ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രഭാവതി പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മോളെ, ഞാൻ നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനാ വന്നത്. എന്താ അമ്മയെന്ന് പല്ലവി ചോദിക്കുമ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ്. അല്ല മോളെ, നിന്റെ ചേച്ചി പാർവതി ഇവിടുന്ന് പോയപ്പോ ഇവിടുന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ടാണോ പോയത്? ആ ഫോട്ടോയല്ലാതെ വേറെന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ? അല്ല അമ്മയെന്ന് പല്ലവി പറയുമ്പോൾ നിന്റെ ചേച്ചി പോകുന്നതിന് മുമ്പ് നിന്നെ എന്തെങ്കിലും ഏൽപ്പിച്ചായിരുന്നോ എന്ന് പ്രഭാവതി ചോദിക്കുന്നു. ഇല്ലെന്ന് പല്ലവി വീണ്ടും പറയുമ്പോൾ നിന്റെ അമ്മയെ വിളിച്ചുകൂടി ഈ കാര്യം അന്വേഷിച്ചിട്ട് എൻ്റെ അടുത്ത് പറയണം എന്ന് പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അംബികയാണ്. പാർവനും വിശാലിനും വന്ന ദുർവിധിയെക്കുറിച്ച് ആലോചിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ് അംബിക. അതേസമയം മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ചെന്ന് പറയുകയാണ്, ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടതാ മോളെ. എന്നിട്ട് അച്ഛൻ എന്താ എന്നോട് ഇതിനെപ്പറ്റി ഒന്നും പറയാതിരുന്നത് എന്ന് അംബിക ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, പറഞ്ഞിട്ടെന്തിനാ? ഇപ്പൊ നീ അനുഭവിക്കുന്ന ഈ വേദന നീ കുറെ മുമ്പേ അനുഭവിക്കേണ്ടി വരും. അച്ഛാ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും പരിഹാരം ചെയ്യാമായിരുന്നില്ലേ എന്ന് അംബിക ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഇല്ല മോളെ, ഇത് വിശാലിന്റെയും പാർവതിയുടെയും ജീവിതത്തിലെ പരീക്ഷണ കാലഘട്ടമാണ്. ശ്രീരാമചന്ദ്രനും സീതാദേവിയും വനവാസത്തിന് പോയില്ലേ? അതേപോലൊരു കാലഘട്ടമാണ് ഇപ്പോ വിശാലിനും പാർവതിക്കും. ഈ ചക്രവ്യൂഹം അവരെ കൊണ്ട് താണ്ടാൻ സാധിച്ചാൽ ഇതുവരെ ജീവിച്ച ജീവിതത്തിനേക്കാൾ 10 മടങ്ങ് സുഖത്തോടെയും സന്തോഷത്തോടെയും ആയിരിക്കും അവർ ജീവിക്കാൻ പോകുന്നത്. മോളെ, ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ കണ്ട കാര്യം ഞാൻ മോളോട് പറയാം. സർപ്പദോഷമുള്ള പല്ലവി ശാന്തി മുഹൂർത്തം നടത്തിയില്ലേ? അതുകൊണ്ട് അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിനും സർപ്പദോഷമുണ്ടാകും. ആ കുഞ്ഞ് പാർവതിയുടെ ജീവന് ആപത്തുണ്ടാക്കും. ഇനിയെല്ലാം ഈശ്വരന്റെ കയ്യിലാണെന്ന് പറഞ്ഞ് മുത്തശ്ശൻ പോകുമ്പോൾ ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് അംബിക. പിന്നീട് കാണിക്കുന്നത് പാറു ഓഫീസിലേക്ക് ചെല്ലുന്നതാണ്. അവിടെയുള്ള റിസപ്ഷനിസ്റ്റിനോട് എനിക്ക് എന്താ ജോലിയെന്ന് പാറു ചോദിക്കുമ്പോൾ എല്ലാം പ്രഭാവതി മേഡമാണ് തീരുമാനിച്ചതെന്ന് അയാൾ പറയുന്നു. എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോളാൻ പാറു പറയുമ്പോൾ ക്യാൻറ്റീനിലെ ഡ്യൂട്ടിയാണെന്ന് അയാൾ പറയുന്നു. അതേസമയം വിനയും പ്രഭാവതിയുമെല്ലാം ഗേറ്റിന്റെ പുറത്ത് വന്ന് ഹോൺ അടിക്കുകയാണ്. ഇത് കേൾക്കുന്ന പാറു ചെന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുമ്പോൾ അകത്തേക്ക് കയറുന്ന പ്രഭാവതി പറയുകയാണ്, പാർവതി, നിന്റെ അവസ്ഥ കാണുമ്പോഴേ എനിക്ക് പൊട്ടിച്ചിരിക്കാനാ തോന്നുന്നത്. കഷ്ടം തന്നെ പാർവതി, നീയേ ഇവിടുത്തെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നില്ലേ? ഇപ്പൊ നീയോ ഇവിടുത്തെ ഗേറ്റ് കീപ്പർ വരെ ആയി. അതാണ് പാർവതി ഈ പ്രഭാവതിയെന്ന് പ്രഭാവതി പറയുമ്പോ പാറു പുച്ഛത്തോടെ പറയുകയാണ്, ഓഹ്, എന്തൊരു അഭിമാനമാ നിങ്ങൾക്ക്. എല്ലാവരെയും ചതിച്ചും പറ്റിച്ചും വഞ്ചിച്ചുമൊക്കെ നേടിയെടുത്തിട്ട് നിങ്ങളെന്തിനാ ഇത്ര അഹങ്കരിക്കുന്നത്? പ്രഭാവതിയമ്മേ, നിങ്ങളുടെ മുഖംമൂടി പിച്ചി ചീന്താനേ എനിക്ക് നിമിഷങ്ങൾ മതി. ഒരു സാധാരണ PA വന്നു കയറിയ നിങ്ങള് എങ്ങനെയാണ് വിശാൽ സാറിന്റെ രണ്ടാനമ്മയായതെന്നും ഇപ്പോ എങ്ങനെയാണ് ഈ സ്വത്തുക്കൾ കൈക്കലാക്കിയതെന്നുമൊക്കെ വിശാൽ സാറിനെ വിശദമായി ഒന്ന് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ജീവനോടെ ഉണ്ടാകില്ല. അത് ഞാൻ നിങ്ങളോട് ചെയ്യാത്തതേ നിങ്ങൾ എന്നോട് ചെയ്ത ചതിക്ക് എനിക്ക് തന്നെ നിങ്ങളോട് പകരം വീട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങളോടുള്ള കണക്കുകൾ തീർക്കുന്നതേ ഈ പാർവതി തന്നെ ആയിരിക്കും. അതിനുവേണ്ടി ഗേറ്റ് കീപ്പർ എന്നല്ല, ഈ ഓഫീസിൽ എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്യും. ഇപ്പൊ മേഡം പോയി ആ ചെയർപേഴ്സന്റെ കസേരയിൽ ഇരിക്കുമ്പോഴേ ഒരു കാര്യം കൂടി ഓർക്കണം. എന്റെ ഭർത്താവിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് തന്ന ഭിക്ഷയാണത്, വെറും ഭിക്ഷ മാത്രം. ഇത് കേൾക്കുന്ന വിനയ് പാറുവിനെ തല്ലാനായി കൈയോങ്ങുമ്പോ കൈ തടഞ്ഞിട്ട് പാറു പറയുകയാണ്, നിന്റെ അമ്മയെ ഞാൻ പേടിക്കുന്നില്ല, പിന്നെയല്ലേ നിന്നെ. ഒന്ന് പോടാ ചേക്കാ എന്ന് പറഞ്ഞുകൊണ്ട് പാറു അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കോൺഫറൻസ് റൂമെല്ലാം ക്ലീൻ ചെയ്യുന്ന വിശാലിനെയാണ്. അതേസമയം റിയ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വിശാൽ ബ്രോ, നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ടേ എനിക്ക് വളരെ വിഷമമാ തോന്നുന്നത്. കമ്പനിയുടെ ഓണറായിരുന്ന നിങ്ങളല്ലേ ഇപ്പോൾ പ്യൂണിന്റെ ജോലി ചെയ്യുന്നത്. ഇപ്പോഴും സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. വിശാൽ ബ്രോ അവളെ ഉപേക്ഷിച്ചിട്ട് വരികയാണെങ്കിൽ അമ്മ എന്താണെങ്കിലും വിശാൽ ബ്രോയെ സ്വീകരിക്കും. ഞാൻ കൂടെ നിൽക്കാമെന്നും റിയ പറയുമ്പോൾ വിശാൽ ദേഷ്യത്തോടെ പറയുകയാണ്, അതെ, നിന്റെ ഒരു ഉപകാരവും എനിക്ക് വേണ്ട. നീ ആരാണെന്നും എന്താണെന്നും നീയും ജിതിനുമായിട്ടുള്ള ബന്ധം എന്താണെന്നും എല്ലാം തന്നെ എനിക്കറിയാം. എന്റെ കുടുംബം നശിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിലേ നിന്നെ ഞാൻ വെറുതെ വിടാനേ പോകുന്നില്ലെന്നും വിശാൽ പറയുന്നു. ഇത് കേൾക്കുന്ന റിയ ഞെട്ടലോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പിന്നീട് കാണിക്കുന്നത് പല്ലവി ഓഫീസിലേക്ക് പോകാനായി ഒരുങ്ങിയിറങ്ങുന്നതാണ്. ഇത് കാണുന്ന ഗാർഗി എവിടെ പോകുന്നെന്ന് ചോദിക്കുമ്പോൾ ഓഫീസിൽ പോവുകയാണെന്നും പാർവതി അവിടെ എന്തോ ചെയ്യുന്നതെന്ന് എനിക്ക് കാണണമെന്നും പല്ലവി പറയുന്നു. ഇത് കേൾക്കുന്ന ഗാർഗി പല്ലവിയെ തടയുമ്പോൾ ഗാർഗിക്ക് ഞാൻ ഓഫീസിൽ പോകുന്നതിന്റെ കുശുമ്പാണെന്ന് പല്ലവി പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന വിനയ് പല്ലവിയോട് ഓഫീസിലേക്ക് പോകാൻ പാടില്ലെന്ന് പറയുകയാണ്. അഥവാ എന്റെ അനുവാദമില്ലാതെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നമ്മൾ തമ്മിലൊരു ബന്ധവും ഉണ്ടാകില്ലെന്നും വിനയ് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പല്ലവി. പിന്നീട് കാണിക്കുന്നത് ഓഫീസാണ്.
പാറു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ നിൽക്കുന്ന പ്രഭാവതിയാണ് കാണിക്കുന്നത്. അതേസമയം വിനയ് അങ്ങോട്ടേക്ക് വന്നിട്ട് പാറുവിനെ ഓഫീസിൽ നിന്നും പറഞ്ഞു വിടാൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അതൊന്നും ശരിയാകില്ല. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവളുടെ നീക്കങ്ങളെല്ലാം എനിക്കറിയാൻ സാധിക്കൂ. അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ വേണമെന്നും പ്രഭാവതി പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.